ഫ്രണ്ട്സ് എല്ലാവർക്കും കാറ്റത്തെ ക്ലിക്കൂടെ എന്ന പരമ്പരയുടെ സൂപ്പർ അപ്കമിംഗ് വിശേഷത്തിലേക്ക് സ്വാഗതം. അതിന് മുമ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാ ദിവസവും പുതുപുത്തൻ വിശേഷങ്ങളുമായിട്ട് എത്തുന്നതായിരിക്കും. അപ്പം വരും ദിവസത്തെ എപ്പിസോഡിൽ വീണ്ടും നമ്മൾ പറയാൻ പോകുന്നത് നീതിയുടെ മുറിയിൽ കയറിയ സുധീഷ് ഒടുവിൽ ഒറ്റപ്പെട്ടു പോകുന്ന ചില നിമിഷങ്ങളൊക്കെ ആയിരിക്കും വരും ദിവസം നമ്മൾ കാണാൻ പോകുന്നത്. അങ്ങനെ നിധി ആ വീട് വിട്ട് ഇറങ്ങിയാണ്. ഇനി തനിക്ക് അവിടെ സേഫായിട്ട് ജീവിക്കാൻ പറ്റില്ല എന്നൊരു വിശ്വാസം തനിക്കുണ്ടായി. അല്ലെങ്കിൽ ഇത്രയും നാൾ സുഭാഷിനെയും സുധീഷിനെയും ഹരീഷിനെയും നികേഷിനെയൊക്കെ ഇഷ്ടപ്പെടുകയും അല്ലെങ്കിൽ വിശ്വസിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ മദ്യവെച്ചെത്തിയ സുധീഷിൻ്റെ ആ കോപ്രായങ്ങൾ അല്ലെങ്കിൽ തൻ്റെ മുറിയിൽ കയറി തന്നോടൊപ്പം കിടക്കുകയും തന്നെ കയറി പിടിക്കുവാൻ ശ്രമിച്ച സുധീഷിനെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല എന്ന് നിധി മനസ്സിലാക്കി. അങ്ങനെ ഇനി ഇവിടെ സേഫല്ല എന്ന് മനസ്സിലാക്കി നിധി ആ വീട് വിട്ട് ഇറങ്ങിപ്പോവുക അല്ലേ. അങ്ങനെ തൻ്റെ ജോലി ചെയ്യുന്ന തൻ്റെ സ്ഥലത്തെ പുതിയ കൂട്ടുകാരി ഒരു ഹോസ്റ്റൽ അറേഞ്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഹോസ്റ്റലിൽ പോയി താമസിക്കുവാൻ നിധി താല്പര്യപ്പെടുന്നു. അങ്ങനെ സുഭാഷിനോട് കാര്യങ്ങളൊക്കെ പറയുകയാണ്. അങ്ങനെ സുഭാഷിന് സമ്മതം മൂളുകയാണ്. അല്ലാതെ നിവൃത്തിയില്ലാത്ത അവസ്ഥയാണ് സുഭാഷിനുണ്ടോ. അല്ലെങ്കിൽ ഇതുവരെയും അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നു സുഭാഷ് പോലും വിചാരിച്ചതല്ല സുധീഷിൻ്റെ ഭാഗത്ത് നിന്ന്. സുധീഷ് എന്തായാലും തൻ്റെ പ്രവൃത്തികൾ ഒരിക്കലും ക്ഷമിക്കാൻ പറ്റുന്ന അല്ല എന്ന് സുഭാഷിനും മനസ്സിലാക്കി. അതുപോലെ തന്നെ ഹരീഷിനും നികേഷിനൊക്കെ മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഏറെ സങ്കടത്തോടു കൂടിയെങ്കിലും നിധിയെ കൊണ്ടുവിടേണ്ട കടമ സുഭാഷിനാണ് എന്ന് സുഭാഷ് മനസ്സിലാക്കുകയും അങ്ങനെ നിധിക്കൊപ്പം നിധീനെ ആ ഹോസ്റ്റലിൽ കൊണ്ടുവിടുകയും ലോക്കൽ ഗാർഡിയനായിട്ട് അവിടെ പേര് രജിസ്റ്റർ ചെയ്യുകയൊക്കെ ചെയ്യുകയാണ് സുഭാഷിനോ. അങ്ങനെ എല്ലാം യാത്രയൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ ഹോസ്റ്റലിൽ എല്ലാം അറേഞ്ച് ചെയ്തതിന് ശേഷം സുഭാഷ് തിരിച്ചു മടങ്ങുന്നത് സങ്കടത്തോടു കൂടിയാണ്. ആ സമയത്തും നിധിക്കും ഒരുപാട് സങ്കടമുണ്ട് സുഭാഷേട്ടനെയൊക്കെ വിട്ടുപോരുന്നതിൽ. സുധീഷിനെ വിട്ടുപോരുന്നതിൽ ഒരു സങ്കടമില്ല. പക്ഷേ നികേഷിനെയും ഹരീഷിനെയും സുഭാഷേട്ടനെയൊക്കെ അത്രത്തോളം നിധി ഇഷ്ടപ്പെട്ടു പോയിരുന്നു. അങ്ങനെ വളരെ സങ്കടത്തോടു കൂടി ആ മുറിയിൽ പോയി ഒറ്റയ്ക്ക് ഇരിക്കുന്നൊരു ഭാഗമൊക്കെ ഉണ്ട്. ഈ സമയത്ത് അവരോടൊപ്പം ഉണ്ടായിരുന്ന ചുരുങ്ങിയ കാലമാണെങ്കിലും അവരോടൊപ്പം ഹരീഷിനോടും നികേഷിനോടും സുഭാഷിനോടും ഒപ്പം ആ ചെറിയ വീട്ടിൽ താമസിച്ച കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുകയും അങ്ങനെ അവരുടെ കളിയും ചിരിയും അതുപോലെ സുഭാഷ് തനിക്ക് ചായയും ആഹാരവും ഒക്കെ കൊണ്ടുതരുന്ന ഓർത്തെടുത്ത് സങ്കടപ്പെടുന്ന അല്ലെങ്കിൽ കരയുന്ന നിധീനെ കാണാം. ഈ സമയത്ത് മറുഭാഗത്ത് സുധീഷ് ബോധമൊക്കെ തെളിഞ്ഞ് എഴുന്നേറ്റ് കഴിയുമ്പോഴാണ് നിധി വീട് വിട്ട് ഇറങ്ങിപ്പോയെന്ന് അറിയുകയും അങ്ങനെ സുഭാഷേട്ടനാണ് കൊണ്ടുവിട്ടിരിക്കുന്നതെന്ന് സുധീഷ് അറിയുക കേട്ടോ. ഒടുവിൽ സുഭാഷേട്ടൻ മരുന്നും കാത്തു നിൽക്കുകയും അങ്ങനെ സുഭാഷേട്ടനോട് ചോദിക്കുക, ഏട്ടാ നിധി പോയതാണോ, ഇവർ പറയുന്നത് ശരിയാണോ എന്ന് ചോദിക്കുക. അപ്പം രോഷത്തോടു കൂടി അല്ലെങ്കിൽ ദേഷ്യത്തോടു കൂടി ഈ സുഭാഷ് ആ സത്യം പറയുവാട്ടെ, ഇനി നിധി ഇവിടെ വരികയില്ല, നിന്റെ പ്രവൃത്തികൾ അത്രത്തോളം കേമമായി പോയിരുന്നല്ലോ, അതുകൊണ്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതല്ലടാ നീ ചെയ്തത്. നിനക്കറിയാമല്ലോ നിധി നിനക്ക് ആരാണെന്നും ആ പെൺകുട്ടിയെ ഇനി എന്ത് വിശ്വസിച്ചാണ് ഞങ്ങളിവിടെ നിർത്തുന്നത്. ഞങ്ങൾക്കും അതുകൊണ്ട് സങ്കടത്തോടു കൂടിയെങ്കിലും അവളെ പറഞ്ഞു വിടാതിരിക്കാൻ കഴിയില്ലായിരുന്നു എന്ന് പറയുകയും അതിനുശേഷം നിധി അപ്പോൾ ഒരിക്കലും വരില്ലേ എന്ന് ചോദിക്കുക. ഇല്ല, ഒരിക്കലും വരില്ല എന്ന് പറയുകയും ചെയ്യുന്ന ഒരു ഭാഗമുണ്ട്. അങ്ങനെ സുധീഷിന് വളരെ പശ്ചാത്താപം ഉണ്ടായി. തൻ്റെ രാത്രിയിലത്തെ ആ പ്രവൃത്തികൾ അത്രത്തോളം ദോഷകരമായല്ലോ എന്നൊക്കെ ഓർക്കുകയും അങ്ങനെ ഇതിനിടയിൽ രാത്രി നടന്ന സംഭവങ്ങളൊക്കെ തൻ്റെ വെളിവ് വീണപ്പോൾ അല്ലെങ്കിൽ പൂസൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ ഒന്ന് ഓർത്തെടുക്കുന്ന സുധീഷിനെ കാണാം. അതിനുശേഷം നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ തൻ്റെ അച്ഛനായ ഭാസ്കരനുമായിട്ട് വഴക്കുണ്ടാക്കുന്നു. ഒടുവിൽ ഭാസ്കരൻ തിരിച്ച് വഴക്കുണ്ടാക്കി അവനെ സുധീഷിനെ ഓടിച്ചു വിടുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അതിനുശേഷം കാണാൻ പോകുന്നത് നിധി പോയതിന് ശേഷം സുധീഷിനോട് ആരും മിണ്ടുകയോ അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തി കളയുന്ന ഒരു ഭാഗമുണ്ട്. രാവിലെ ഹരീഷ് കുളിച്ചൊരുങ്ങി എല്ലാം റെഡിയായി ഒരു യാത്ര പോലും പറയാതെ സുധീഷ് വിളിച്ചിട്ട് പോലും മിണ്ടാതെ ഹരീഷ് തൻ്റെ ജോലി സ്ഥലത്തേക്ക് പോകുന്നു. അതിനോടൊപ്പം നികേഷും എന്തായാലും പിണക്കമൊന്നും ഇല്ലാത്തൊരു വ്യക്തിയായിരുന്നു. പക്ഷെങ്കിൽ നികേഷും ആ സുധീഷിനോട് മിണ്ടുകയോ സുധീഷിന് ചോദിക്കുന്ന ചോദ്യങ്ങൾ കേൾക്കുക പോലും ചെയ്യാതെ പോകുന്നു. അതുപോലെ സുഭാഷേട്ടനാണെങ്കിൽ ഒരിക്കലും അങ്ങനെ സുധീഷിനോട് ഇടപെടുമെന്ന് ഓർത്തതല്ല സുധീഷ്. അങ്ങനെ ദേഷ്യത്തോടു കൂടി മാത്രം സുധീഷിനെ കാണുകയും അതുപോലെ സുധീഷിനോട് ഇടപെടുകയും ചെയ്യുന്ന സുഭാഷിനെ കാണാം. അങ്ങനെ ഒറ്റപ്പെട്ടു പോയിരിക്കുന്ന സുധീഷ് വളരെ നിരാശയോടുകൂടി ആ വീട്ടിൽ ഏകാന്തമായി ഇരിക്കുന്ന ഒരു ഭാഗമുണ്ട്. അതിനുശേഷം നമ്മൾ കാണാൻ പോകുന്ന
നിധിയുടെ ഹോസ്റ്റൽ അന്വേഷിച്ച് നമ്മുടെ ഭാസ്കരൻ പോകുന്നൊരു ഭാഗമുണ്ട് കേട്ടോ. കാരണം മറ്റൊന്നുമല്ല, നിധി പോയതിൻ്റെ സങ്കടം സഹിക്കാൻ വയ്യാതെ സുഭാഷ് വന്നപ്പോൾ സുഭാഷിനോട് പല പ്രാവശ്യം ഭാസ്കരൻ ചോദിക്കുന്നുണ്ട്, എവിടെയാണ് അവളെ കൊണ്ട് വിട്ടത്, നല്ല വീടാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ ആ സ്ഥലമൊന്നും സുഭാഷ് ഭാസ്കരനോട് പറയുന്നില്ല. പക്ഷേങ്കിൽ ഭാസ്കരൻ അത് തപ്പിപ്പിടിക്കുക കേട്ടോ. അവിടെയുള്ള ഹോസ്റ്റലുകളെല്ലാം അന്വേഷിച്ച് തപ്പിപ്പിടിക്കുകയും ഒടുവിൽ നിധിയുടെ ഹോസ്റ്റലിലെത്തുകയും അങ്ങനെ നിധിയെ കാണണമെന്ന് പറഞ്ഞ് അവിടെ കയറി ചെല്ലും കേട്ടോ. എന്തായാലും ആ ഹോസ്റ്റലിൻ്റെ വെളിയിൽ നിൽക്കുകയാണ്. അങ്ങനെ നിധിയോട് അറിയിപ്പ് കിട്ടുന്നതിന് പോലെ ഒരു പ്രായമുള്ള ആൾ നിധിയെ കാണാൻ വന്നിട്ടുണ്ട് എന്ന് പറയുകയും അങ്ങനെ നിധി ജനലിൽ കൂടെ നോക്കിയപ്പോൾ ഭാസ്കരനാണ് വെളിയിൽ നിൽക്കുന്നത്. പെട്ടെന്ന് തന്നെ അദ്ദേഹം അച്ഛനകത്തേക്ക് വന്ന പ്രശ്നമാകും, അതുകൊണ്ട് വെളിയിലേക്ക് ചെല്ലാമെന്നോർത്ത് വെളിയിലേക്ക് പോവുകയും വെളിയിൽ ചെന്ന് നിധിയോട് സംസാരിക്കുന്നൊരു ഭാഗമുണ്ട്. അപ്പം എന്താണ് എന്നെ അന്വേഷിച്ച് വന്നതാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം പറഞ്ഞു, മോളെ അന്വേഷിച്ച് വന്നത് തന്നെയാണ്. ഇന്നലെ നടന്ന സംഭവങ്ങളൊക്കെ ഒരിക്കലും നടക്കാൻ പാടില്ലാത്തതായിരുന്നു, പക്ഷേങ്കിൽ നടന്നുപോയി, അതിന് ക്ഷമിക്കണം എന്ന് പറയാം. അപ്പം നിധി ചോദിക്കുകയാണ്, അതിന് അച്ഛന് തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനാണ് എന്നോട് ക്ഷമ ചോദിക്കുന്നത് എന്ന് ചോദിക്കുക. അപ്പോൾ പറഞ്ഞ്, അല്ല ഞാനാണ് ആ തെറ്റ് ചെയ്തത് എന്ന സത്യം പറയുക കേട്ടോ. അപ്പോൾ ചോദിക്കും, എന്താണ് അച്ഛൻ എന്താ ഈ പറയുന്നത് എന്ന് ചോദിക്കുക കേട്ടോ. അപ്പോൾ അതുവരെ വളരെ കൂളായിട്ട് സങ്കടപ്പെടുന്ന നിധിയോട് ഭാസ്കരൻ പറയാണ്, ഞാൻ കാരണമാണ് സുധീഷ് ഇന്നലെ മോളുടെ റൂമിൽ കയറി വന്നത്. ഞാൻ എരിവ് കയറ്റി, അല്ലെങ്കിൽ മോളെ നിന്നെ ഒരു ഭർത്താവായിട്ട് അവൾ അംഗീകരിക്കുന്നില്ല, അവളുടെ മുറിയിൽ പോലും നിനക്ക് കയറാൻ അനുവാദമില്ലോടാ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് നല്ല രീതിയിൽ അവൻ നല്ലപോലെ, അല്ലെങ്കിൽ നിധിക്ക് ഇഷ്ടം തോന്നുന്ന വിധത്തിൽ അവൻ നടക്കട്ടെ, അല്ലെങ്കിൽ അവൻ ഇടപെടട്ടെ എന്ന് ഓർത്താണ് ഞാൻ പറഞ്ഞത്. പക്ഷെങ്കിൽ അവൻ മദ്യപിച്ച് അങ്ങനെ കയറുമെന്ന് ഞാൻ ഒരിക്കലും ഓർത്തില്ല. അതിനെല്ലാം കാരണക്കാരൻ ഞാനാണ്. ഞാൻ അങ്ങനെ പറഞ്ഞതുകൊണ്ടായിരിക്കും അവൻ വാശിയോടുകൂടി അങ്ങോട്ട് കയറി വന്നത് എന്ന്. അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം, മോള് മടങ്ങി വരണം എന്ന് പറയട്ടോ. ഇത്രയും പറഞ്ഞപ്പോൾ നിധി അതുവരെയും സൈലൻ്റ് ആയിട്ട്, അല്ലെങ്കിൽ വളരെ നിസ്സഹായാവസ്ഥയിൽ നിന്ന്, അല്ലെങ്കിൽ സങ്കടത്തോടു കൂടി നിന്ന നിധി പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നൊരു ഭാഗമാട്ടോ. പിന്നെ കാണുന്ന ഭാസ്കരൻ ചെവി പൊത്തിക്കൊണ്ട് അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ചില ഭാഗങ്ങളൊക്കെയാണ്. കാരണം നിധി ചോദിക്കുക, നിങ്ങളൊരു അച്ഛനാണോ, ഒരു മകന് പറഞ്ഞു കൊടുക്കേണ്ട ഉപദേശം ഇതാണോ, ഒരു പെണ്ണിൻ്റെ മുറിയിലേക്ക് വെരിവ് കയറ്റി പറഞ്ഞു വിടുന്നതാണോ ഒരു അപ്പൻ്റെ ഗുണം, അല്ലെങ്കിൽ അപ്പൻ്റെ മാതൃക എന്നൊക്കെ ചോദിച്ച് നിധി അവിടെ നിന്ന് ഉറക്കെ ഭാസ്കരനോട് വഴക്കുണ്ടാക്കി കേട്ടോ, അല്ലെങ്കിൽ വഴക്ക് പറയാം. അപ്പോൾ പെട്ടെന്ന് ഭാസ്കരൻ പറയാം, മോളെ പതിയെ പറ, ആൾക്കാർ കേൾക്കും, ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് പറയും. കേൾക്കട്ടെ, എല്ലാവരും കേൾക്കട്ടെ, ഒരു അപ്പൻ മകന് കൊടുക്കുന്ന നിർദ്ദേശം ഇതാണ് എന്ന് നാട്ടുകാരെല്ലാം അറിയട്ടെ, എന്നിട്ട് നിങ്ങൾ മാനം അല്ലെങ്കിൽ നാണമില്ലാത്തവനായി പോകട്ടെ എന്നൊക്കെ പറഞ്ഞ് ഒച്ചപ്പാടുണ്ടാക്കിയും നിധിയോട് ഒടുവിൽ ഞാനൊന്നും പറഞ്ഞിട്ടില്ല മോളെ, എന്നോടൊന്നും പറയണ്ട, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഓടി രക്ഷപ്പെടുന്ന ഭാസ്കരനെ നമുക്ക് കാണാം. അതിനുശേഷം നിധിക്ക് ഒരു ചെറിയൊരു മനസ്സലിവ് തോന്നുന്നുണ്ട്. അപ്പം എന്നിരുന്നാൽ പോലും തന്നെ മുറിയിൽ കയറി വന്ന സുധീഷിനെ അംഗീകരിക്കാൻ പറ്റുന്നില്ല. അതിനുശേഷം വീണ്ടും നിരാശയോടുകൂടി മുറിയിൽ പോയിരിക്കുന്ന ഭാഗമൊക്കെയുണ്ട്. അതിനുശേഷം കാണുന്നത് സുധീഷ് നിധിയെ അന്വേഷിച്ച് വരുന്നൊരു ഭാഗമാട്ടോ. അതിൽ ഓഫീസിലായിരുന്നു വരുന്നത് കേട്ടോ. അങ്ങനെ നിധി വീണ്ടും ഓഫീസിലേക്ക് എല്ലാ ദിവസവും ജോലിക്ക് പോകുന്ന പോലെ ഓഫീസിലേക്ക് പോകുന്നു. ഈ സമയത്ത് ഇതിനിടയിൽ ആ ഹോസ്റ്റലിൽ നിന്ന് ചായയൊക്കെ കൊടുക്കുന്നുണ്ട്. ചായയൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക് നിധിക്ക് അത് കുടിക്കുവാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം ഒട്ടും കൊള്ളത്തില്ലാത്ത ചായയും ആഹാരങ്ങളുമൊക്കെയാണ് ആ ഹോസ്റ്റലിലുള്ളത്. അപ്പം പെട്ടെന്ന് സുഭാഷേട്ടൻ ഉണ്ടാക്കി തരുന്ന ചായ ഓർക്കുകയും അതുപോലെ ആഹാരങ്ങളെക്കുറിച്ച് ഓർക്കുകയും അവരൊരുമിച്ച് പാചകം ചെയ്തതൊക്കെ ഇങ്ങനെ ഓർത്ത് സങ്കടപ്പെടുന്നുമുണ്ട്. അങ്ങനെ എന്തായാലും ഹോസ്റ്റലിൽ ഒരു ഒരു റൂമും നല്ല ബാത്റൂമും ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ, ആഹാരവും ഒക്കെ വളരെ മോശമാണ് എന്ന് നിധിക്ക് മനസ്സിലായി. അതിനുശേഷം ഓഫീസിൽ പോകുന്ന സമയത്താണ് ഓഫീസിൽ സുധീഷ് അന്വേഷിച്ച് ചെല്ലുകയും സുധീഷ് അവിടെ ചെന്ന് മാപ്പ് പറയാം, നിധിയോട് മാപ്പ് പറയും. ഭാസ്കറിനോട് എന്താണോ നിധി പറഞ്ഞ അതേ രീതി തന്നെ സുധീഷിനോട് പ്രതികരിക്കുകയും, നിങ്ങളുമായിട്ട് എനിക്ക് യാതൊരു സംസാരിക്കാൻ പോലും എനിക്ക് താല്പര്യമില്ല, എനിക്ക് നിങ്ങളെ കാണുന്ന അറപ്പാണ്, വെറുപ്പാണ്, നിങ്ങളെ വിശ്വസിക്കാൻ കൊള്ളില്ലാത്ത മനുഷ്യനാണ് എന്നൊക്കെ പറയുകയും സുധീഷിനെ അവിടുന്ന് ആട്ടിപ്പുറത്താക്കുകയും ചെയ്യുന്നൊരു ഭാഗമുണ്ട്. ഒടുവിൽ ഞാൻ മടങ്ങി വരാം, അങ്ങനെ മടങ്ങി വരണം എന്നൊക്കെ സുധീഷ് പറയുന്നത്, ഞാൻ മടങ്ങി വരാം, പക്ഷേ നിങ്ങൾ ആ വീട് വിട്ട് ഇറങ്ങണം എന്നൊരു വ്യവസ്ഥ വെക്കുക കേട്ടോ. അങ്ങനെ നിങ്ങൾ ഈ വീട് വിട്ടിറങ്ങിയാൽ ഞാൻ മടങ്ങി വരും എന്ന് പറയുകയും അതിനുശേഷം നമ്മുടെ ഞാൻ ഇറങ്ങി പൊക്കോളാമെന്ന് സുധീഷ് വെറുതെ ആണെങ്കിലും പറഞ്ഞു. അതിനുശേഷം അവിടെ നിന്ന് പോവുക കേട്ടോ. അതിനുശേഷമാണ് നമ്മുടെ നികേഷിന് വീണ്ടും അസ്വസ്ഥത ഉണ്ടാകുക, അല്ലെങ്കിൽ പനി ഉണ്ടാകുകയും അങ്ങനെ പനി ഉണ്ടായി കഴിഞ്ഞാൽ നിധി പോയതിൻ്റെ സങ്കടം സഹിക്കാൻ വയ്യാതെ ഒരുപാട് കരഞ്ഞിരുന്നു. അങ്ങനെ പനി ഉണ്ടാകുകയും ആ സമയത്ത് നിധിയെ വിളിക്കുക കേട്ടോ. നിധിയെ വിളിച്ച് വിശേഷങ്ങൾ അറിയാൻ വേണ്ടി വിളിക്കുമ്പോൾ സുഭാഷ് വിളിക്കുമ്പോഴാണ് ഈ വിശേഷങ്ങളൊക്കെ നിധി തിരിച്ചു ചോദിക്കും പറയും, നികേഷിന് വീണ്ടും പനി പിടിച്ച് കിടക്കുക, മോള് പോയതിൻ്റെ സങ്കടം സഹിക്കാൻ
സഹിക്കാൻ വയ്യാതെ അവൻ ആഹാരം പോലും കഴിക്കുന്നില്ല, അവന് ഒന്നും നല്ല രീതിയിൽ ഒന്നും വെളിയിൽ പോലും ഇറങ്ങി നടക്കുന്നില്ലായിരുന്നു. അങ്ങനെ ആകെ ക്ഷീണിതനായിട്ട് കിടക്കുകയാണ് എന്ന് പറയാം. അപ്പോൾ പെട്ടെന്ന് നികേഷിനെ ഈ ഫോൺ കൊടുക്കാൻ പറയുകയും അങ്ങനെ നിധി ഈ ഫോണിൽ നികേഷിനോട് സംസാരിക്കുമ്പോൾ നികേഷ് അവിടെ നിന്ന് പൊട്ടിക്കരയുന്ന ഒരു ഭാഗമുണ്ട്. ചേച്ചി ഏട്ടത്തി തിരിച്ചു പോയ ഏട്ടത്തി, എന്നെ ഓർത്ത് തിരിച്ചു പോയ ഏട്ടത്തി എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുകയും അങ്ങനെ സങ്കടം സഹിക്കാൻ വയ്യാതെ നിധിയും പൊട്ടിക്കരയുന്ന നികേഷ് നീ എന്താണ് പറയുന്നത്, നിനക്ക് എന്ത് പറ്റി, നീ ആഹാരമൊക്കെ കഴിക്കുക എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നികേഷ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിധിയോട് മടങ്ങി വരാൻ പറഞ്ഞൊരു ഭാഗമുണ്ട്. അത് നിധിക്ക് ഒരുപാട് സങ്കടമുണ്ടാക്കിയും ഒടുവിൽ നിധി തിരിച്ച് വീട്ടിലേക്ക് എത്തുകയും ചെയ്യുന്നൊരു ഭാഗമൊക്കെയുണ്ട്. അങ്ങനെ വീട്ടിലെത്തുമ്പോൾ സുധീഷ് അവിടെ കസാരയിൽ ഇരുന്ന് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാക്കി എല്ലാവരും നിധി കയറി വരുന്നത് കണ്ടു. അപ്പോൾ കണ്ട് ഓടി വന്ന നിധി നികേഷിൻ്റെ അടുത്ത് ഇന്ന് നികേഷിനെ ആശ്വസിപ്പിക്കുന്നൊരു ഭാഗമാണ്. ഇതൊന്നും ശ്രദ്ധിക്കാതെ സുധീഷ് അവിടെ ഇരിക്കുന്ന ഒടുവിൽ പെട്ടെന്ന് നോക്കിയപ്പോഴത്തേക്ക് നിധി അകത്ത് നിൽക്കുന്ന കാണുകയും പെട്ടെന്ന് ചാടി എണീക്കും. ഇതെന്താ ഞാൻ സ്വപ്നമാണോ കാണുന്നതെന്ന് ഓർത്ത് പെട്ടെന്ന് പുറകോട്ട് മറിഞ്ഞു വീഴുന്ന ഒരു ഭാഗങ്ങളൊക്കെ കാണാം. കാരണം സ്വപ്നം കണ്ട പോലെ നിധി ഒരിക്കലും തിരിച്ചു വരില്ല എന്നോർത്ത സുധീഷിന് ആ നിധി മടങ്ങി വന്നത് കണ്ടപ്പോൾ പെട്ടെന്ന് ബോധം കെട്ടി വീഴുകയും ചെയ്യുന്ന ഒരു മനോഹരമാകുന്ന രംഗമൊക്കെയുണ്ട്. ഒടുവിൽ ഈ സമയത്തും നിധി സുധീഷിനെ മൈൻഡ് ചെയ്യാതെ നികേഷിനെയും അതുപോലെ ഹരീഷിനെയും സുഭാഷിയനോടൊക്കെ സംസാരിച്ചുകൊണ്ട് നമ്മുടെ നികേഷിന് വേണ്ടി ആശ്വാസവാക്കുകളും അതുപോലെ വെള്ളമൊക്കെ കൊണ്ട് കൊടുക്കുന്ന ഒരു മനോഹരമാകുന്ന രംഗമൊക്കെ വരും ദിവസത്തെ എപ്പിസോഡിൽ കാണാം. വീണ്ടും അടുത്ത ദിവസത്തെ അപ്കമിങ് വിശേഷമായി കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.